ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ട് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. ബ്രെഡ് പോപ്സ് ആണ് ഇത് നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. വളരെ ഈസി ആയിട്ട് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, മുകളിലുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഇവിടെ വലിയ 3 പീസ് ബ്രെഡ് എടുത്തിരിക്കുന്നത്. അത് സൈഡെല്ലാം കളഞ്ഞ് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നല്ലതായിട്ട് പൊടിച്ചെടുത്തിരിക്കുകയാണ്. വലിയ പീസൊന്നും ഇല്ലാതെ നന്നായിട്ട് പൊടിച്ചിരിക്കുക. ഇതിലോട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കാം. ഒരു പിഞ്ച് മതി. അതിലോട്ട് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് അത് വരുന്നത്. ഇത് ഇത്രയും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് എല്ലാത്തിലും പിടിക്കുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യും. ഇത് കൈകൊണ്ട് പൊടിക്കാൻ പറ്റാത്തവർക്ക് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അപ്പം മൊത്തത്തിലൊന്ന് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. എല്ലാം നല്ലതായിട്ട് മിക്സ് ആവുകയും ചെയ്യും. ഇതിലോട്ട് ഞാൻ കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. അപ്പം ഞാൻ അളവൊന്നും എടുക്കുന്നില്ല. ഇത് നമുക്ക് കയ്യിലൊക്കെ ഒന്ന് ഉരുട്ടിയെടുത്ത് ഒരു പിടുത്തം കിട്ടുന്നത് വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ 2 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കുഴഞ്ഞു വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടെയാണ്. എന്നിട്ട് നമുക്കിത് ഓരോ ബോൾസാക്കി എടുക്കാം. ചെറിയ ബോൾസാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് വലിയ ബോൾസ് ആക്കുന്നതിൻ്റെ കാര്യമൊന്നുമില്ല. ഇതുപോലെ നല്ല ഫൈനായിട്ട് ഉരുട്ടിയെടുക്കുക, നല്ലൊരു ഫൈനാക്കി എടുക്കുക. ഇതുപോലെ നമുക്കിതെല്ലാം ബോൾസാക്കി മാറ്റാം. ഇങ്ങനെയും കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം ഞാൻ ബ്രെഡെല്ലാം മുഴുവൻ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽറ്റ് ചെയ്ത് ഞാനൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്റ്റിക്ക് എടുത്ത് ഇതുപോലെ അതിലൊന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ബോൾസിലോട്ട് അതൊന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ അതവിടെ സ്റ്റിഫായിട്ട് ഇരുന്നോളും. നന്നായിട്ട് കുത്തി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ആ ചോക്ലേറ്റിൻ്റെ അകത്തോട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ മൊത്തം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ബാലൻസ് ഉള്ള ചോക്ലേറ്റ് എല്ലാം തിരിച്ചതിലോട്ട് വീണോളും. ഇല്ലെങ്കിൽ നമ്മൾ നേരെ പിടിക്കുമ്പോൾ മൊത്തം ഒലിച്ച് താഴോട്ടിറങ്ങി വരും. അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് മൊത്തം നന്നായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയാലേ ഇത് പറ്റത്തുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒരു സ്പോഞ്ച്, എന്തെങ്കിലും കട്ടിയുള്ള സാധനങ്ങൾ എന്തെങ്കിലും സ്പോഞ്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തോട്ട് കുത്തി കൊടുക്കുക. ഇങ്ങനെ നേരെ നിർത്തി കൊടുക്കാം. നമുക്ക് എല്ലാ ബോൾസും ഇതുപോലെ ചെയ്തെടുക്കാം. ഞാൻ വൈറ്റ് ചോക്ലേറ്റിൽ കളർ ആഡ് ചെയ്തിട്ട് അതും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ചോക്ലേറ്റ് ഒന്ന് ഹാർഡായിപ്പോയി. ഞാൻ പിന്നെ വീണ്ടും അത് മെൽറ്റാക്കി എടുത്തിട്ടാണ് ചെയ്തത്. അതും കൂടെ ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ചേക്കണേ. ഡിപ്പ് ചെയ്ത് ചോക്ലേറ്റിലോട്ട് നമുക്ക് ഓരോ ഡെക്കറേഷൻസ് ചെയ്യാം. ഓരോരുത്തരുടെ ഐഡിയ പോലെ നമുക്കിത് ഡെക്കറേഷൻ ചെയ്യാം. ഇവിടെ ഇപ്പം ഞാൻ ഇതുപോലെയൊക്കെയാണ് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ കുട്ടികളെല്ലാവരും വീട്ടിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് അവർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. താങ്ക് യു.